പാലക്കാട് അട്ടപ്പാടിയിൽ യത്തീംഖാന പ്രിൻസിപ്പൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി പരാതി. കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മർക്കസു റഹ്മ എന്ന യത്തീംഖാനയിലാണ് നിരവധി കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതായി പരാതി ഉയരുന്നത്. സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാലക്കാട് കോയമ്പത്തൂർ സ്വദേശികളായ 52 കുട്ടികൾ പാർക്കുന്ന അട്ടപ്പാടിയിലെ മർക്കസു റഹ്മ എന്ന യത്തീംഖാനയിലെ 42 കുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമായതായി ആരോപണമുയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി മദ്രസയിലെ അധ്യാപകനും പ്രിൻസിപ്പലുമായ ഉസ്മാൻ സഖാഫി പയ്യനടം എന്നയാൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ കുട്ടികളിലൊരാളുടെ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ കുട്ടി പെരുന്നാളിന് വീട്ടിൽ വന്നപ്പോഴാണ് സഹപാഠികളെ അധ്യാപകൻ ചൂഷണം ചെയ്യുന്നതായി തനിക്ക് വിവരം ലഭിച്ചത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തനിക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായതെന്നും രക്ഷിതാവ് പറയുന്നു. ഇപ്പൊ അടുത്തുള്ള ഈ ബക്രീദിന് ലീവിന് വന്നപ്പോ വീട്ടില് ഇങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ എന്താ കാര്യം എന്നുള്ളത് വ്യക്തമാക്കി പറയാൻ പറഞ്ഞപ്പോ ഇന്നമാരിയാണ് അവിടെ ഇങ്ങനെ ഉസ്താദിന്റെ ഉസ്മാൻ ഉസ്താദ് പെൺകുട്ടികളെ ഇങ്ങനെ കൂടുതലായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അധ്യാപകൻ നടത്തിയ ചൂഷണത്തെക്കുറിച്ച് ചൂഷണത്തിനിരയായ കുട്ടിയുടെ വിശദീകരണം ഇങ്ങനെ: മിക്ക ദിവസങ്ങളിലും യത്തീംഖാനയിൽ തങ്ങുന്ന ഉസ്മാൻ സഖാഫി വീട്ടിൽ നിന്നും ഫോൺ വരുന്നുവെന്ന വ്യാജേന കുട്ടികളെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ ഓരോ ഓഫീസിൽ കാര്യം പറഞ്ഞിട്ട് കുട്ടികളെ കയ്യിലൊക്കെ കിട്ടും, അങ്ങനെ മടിയിലിരുത്തും, അങ്ങനത്തെ ഒരു ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ? എത്ര പിള്ളേരെ ഏകദേശം പീഡിപ്പിച്ചിട്ടുണ്ടാവും? അങ്ങനെ പറയാൻ പറ്റില്ല. കൊറേ കുട്ടികൾക്ക് അനുഭവമൊക്കെ ഉണ്ട്. പിന്നെ അവളെ മാറത്തൊക്കെ ഒരു നീല കളറൊക്കെ ഉണ്ടായിരുന്നു. അവളെ പിടിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു. 2-3 മാസം സ്കൂളിലായൊക്കെ നടന്നിട്ടുണ്ട്. നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല. തന്നെ ആയിരിക്കും സംഭവം. എന്നാൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് പരാതി രേഖപ്പെടുത്താതെ അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം വിവാദമായതിനെ തുടർന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് ഉസ്മാൻ സഖാഫിയെ സ്ഥാപനത്തിന്റെ ചുമതലകളിൽ നിന്ന് നീക്കുകയും സമസ്ത മുഷാവറ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം അട്ടപ്പാടിയിൽ നിന്നും ശ്രീലാപിള്ള, റിപ്പോർട്ടർ പാലക്കാട്.